യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ 2 പ്രവർത്തകർക്ക് പരിക്ക്. മാർച്ചിന് നേരെ പോലീസ് 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. LP-ST വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു യുവമോർച്ച സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. PSCയെ VD സതീശൻ പാർട്ടി സർവീസ് കമ്മീഷനാക്കി മാറ്റിയെന്നും വി മുരളീധരൻ MLA കുറ്റപ്പെടുത്തി. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരകവാടത്തിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രതിഷേധിച്ച പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിച്ചു. പ്രതിഷേധം കനത്തതോടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് നടപടിയിൽ 2 പ്രവർത്തകർക്ക് പരിക്കേറ്റു. യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സൂരജ്, യുവമോർച്ച നെയ്യാറ്റിങ്കര മണ്ഡലം സെക്രട്ടറി നന്ദു എന്നിവർക്കാണ് പരിക്കേറ്റത്. മുൻ കേന്ദ്രമന്ത്രിയും കഴക്കൂട്ടം MLAയുമായ വി മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ കറവപ്പശുവായി PSC മാറിയെന്ന് വി മുരളീധരൻ വിമർശിച്ചു. VD സതീശൻ PSCയെ പാർട്ടി സർവീസ് കമ്മീഷനാക്കി മാറ്റിയെന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തി. 10 കൊല്ലക്കാലം കേരളത്തിലുണ്ടായിരുന്ന മുരടിപ്പ്, ആ മുരടിപ്പിന് മാറ്റമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്താൻ പോകുന്നത് എന്നാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഉള്ള സർക്കാർ, ആ സർക്കാരിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങളോട് അവരെല്ലാവരും അഭ്യർത്ഥിച്ചിരുന്നത്. പബ്ലിക് സർവീസ് കമ്മീഷൻ ഭരണത്തിലിരിക്കുന്ന പാർട്ടികളുടെ കറവപ്പശുവാണ്. ഭരണത്തിലിരിക്കുന്നവർക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പാർട്ടി സർവീസ് കമ്മീഷനായിട്ടാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായിയുടെ കാലത്ത് അത് പിണറായി സർവീസ് കമ്മീഷനായി, ഇപ്പോഴും അത് പാർട്ടി സർവീസ് കമ്മീഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് VD സതീശന്റെ സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്ന LP-ST റാങ്ക് ഹോൾഡേഴ്സിന് പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു മാർച്ച്. ഉദ്യോഗാർത്ഥികളുടെ സമരത്തെ കണ്ടില്ലെന്ന് നടിച്ചാൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്നും യുവമോർച്ച അറിയിച്ചു. ജനം, തിരുവനന്തപുരം.